ഹലോ സ്റ്റുഡൻസ്, ഇത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ 9ാമത്തെ വീഡിയോയാണ്. ഇന്ന് നമ്മൾ ബീംസിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നോക്കുന്നത്. ബീംസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നോക്കുന്നത്. ഇത് 2 മൊഡ്യൂൾ ഇതാണ് ചാപ്റ്റർ. ഇത് 2 മൊഡ്യൂൾ കവർ ചെയ്യുന്നൊരു പോർഷനാണ് ബീംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോയാണിത്. നമുക്ക് എന്താണ് ബീംസ് എന്ന് നോക്കാം. ഇപ്പോൾ ബീംസ് നിങ്ങളുടെ പലരും കേട്ടിട്ടുണ്ട്. ബീം എന്താണെന്ന് അറിയാം. ഒരു വീടിൻ്റെ ബീം, കെട്ടിടങ്ങളുടെയൊക്കെ ബീം ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അതിനല്ലാതെയും ബീംസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സുപരിചിതമായൊരു വാക്കാണ്, നിങ്ങൾക്ക് വളരെ പരിചിതമായൊരു വാക്കാണ് ബീം എന്നുള്ളത്. അപ്പോൾ എന്താണ് ശരിക്കും ബീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ തന്നിരിക്കുന്ന ഒരു ബീംസ് ആർ structural elements designed to carry transverse loads. Beams are, ഈ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഡിസൈൻഡ് ടു ക്യാരി ട്രാൻസ്വേഴ്സ് ലോഡ്സ്. അപ്പോൾ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഭാരം താങ്ങാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭാരം സുരക്ഷിതമായി ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് അല്ലെങ്കിൽ എലമെൻസിനെയാണ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു കെട്ടിടം ഒരു സ്ട്രക്ചറൽ എലമെൻ്റാണ്. കെട്ടിടത്തിനകത്തുള്ള മനുഷ്യരുടെയും അതുപോലെ ബാക്കി എക്യുപ്മെൻസിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ സേഫായിട്ട് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ ഒരു ബസ്സിൻ്റെ ബോഡി എന്ന് പറയുന്നത് അതും ഒരു സ്ട്രക്ചറൽ എലമെൻ്റ് ഉണ്ട്. അതിനകത്തിരിക്കുന്ന ആൾക്കാരുടെ ഭാരം സുരക്ഷിതമായി താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജോലി അത് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റം അല്ലെങ്കിൽ ഒരു റെഫറൻസിലേക്ക് താഴുന്നു. അത് ശരിക്കും ലിറ്ററലി ഗ്രൗണ്ടാണെന്ന് തന്നെ എടുത്തേക്കരുത്. അതായത് ഒരു എയ്റോപ്ലെയിനിൻ്റെ ബോഡിയും ഒരു സ്ട്രക്ചറൽ എലമെൻ്റാണ്. അതിനകത്തിരിക്കുന്ന ആൾക്കാരുടെ വസ്തു പക്ഷേ ഗ്രൗണ്ടിലേക്കല്ല, അത് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിലേക്കാണ് അതിൻ്റെ ഭാരം ഇങ്ങനെ ഒഴുക്കിവിടുന്ന ബോയൻസി ലിഫ്റ്റൊക്കെ ഉപയോഗിച്ച് അങ്ങനെ. അത് മറ്റ് ചില കാര്യങ്ങളാണ്. അപ്പോൾ ഭാരം, അതായത് എന്തെങ്കിലും വസ്തുക്കളുടെ ഭാരം സുരക്ഷിതമായി ഒരു ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എലമെൻസിനെയാണ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബീംസും അങ്ങനെ ഉപയോഗിക്കുന്നത്, അതായത് എന്തെങ്കിലും ഭാരങ്ങൾ സേഫായിട്ട് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് ആണ് ബീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് തരത്തിൽ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഉണ്ട്. ട്രസ് ഒരു സ്ട്രക്ചറൽ എലമെൻ്റ് ആണ്. നിങ്ങൾക്ക് ചില വീടുകളിലൊക്കെ റൂഫിംഗ് കാണുന്ന ഷീറ്റ്സ് ഉപയോഗിച്ച് റൂഫ് ചെയ്യുന്നതൊക്കെ അതൊക്കെ ട്രസ് എലമെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓഡിറ്റോറിയംസിൻ്റെയൊക്കെ മുകൾ ഭാഗം നോക്കിയാൽ, അല്ലെങ്കിൽ പാലങ്ങളുടെ റെയിൽവേ പാളങ്ങൾ പോകുന്ന പാലങ്ങളുടെ ബ്രിഡ്ജസിൻ്റെ അടിഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ട്രസ്സസ് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടു നിൽക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് ആയിട്ടൊക്കെ പോകുന്ന, അതിനാണ് ട്രസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ട്രസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ട്രസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ട്രസ് ഒരു സ്ട്രക്ചറൽ എലമെൻ്റ് ആണ്. അതൊരു കോളംസ് എന്ന് പറയുന്നത് ബീംസിനെ പോലെ തന്നെ വരുന്ന കെട്ടിടത്തിലൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കോളംസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതെന്താണെന്ന് അറിയാം. അത് പക്ഷേ മറ്റൊരു രീതിയിലുള്ള സ്ട്രക്ചറൽ എലമെൻ്റാണ്. ഇതെല്ലാം സ്ട്രക്ചറൽ എലമെൻറ്റ്സ് തന്നെയാണ്. അപ്പം ബാക്കി എല്ലാത്തിൽ നിന്നും ബീമിനെ എന്താണ് ഡിഫറൻ്റ് ആക്കുന്നത് ബാക്കിയുള്ള സ്ട്രക്ചർ? അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്ട്രക്ചറൽ എലമെൻറ്റ്സിൽ നിന്ന് ബീമിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ, ബീംസ് ആർ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഡിസൈൻഡ് ടു ക്യാരി ട്രാൻസ്വേഴ്സ് ലോഡ്സ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ലോഡ്സ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ലോഡ്സാണ് ബീംസ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ബീംസ് താങ്ങി നിർത്തുന്നത്. അതെന്താണ് ട്രാൻസ്വേഴ്സ് ലോഡ് എന്ന് നമുക്ക് നോക്കാം. മുമ്പ് തന്നെ താഴെ കാണുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തിലുടനീളമുള്ള ആക്സിസ് ആണ്. ആ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് ആക്സിസിന് സാധാരണഗതിയിൽ നമ്മൾ വെർട്ടിക്കലായിട്ടുള്ള ട്രാൻസ്വേഴ്സ് ആക്സിസ് മാത്രമേ നമ്മുടെ സിലബസിൽ നോക്കുന്നുള്ളൂ. ഈ കാണിച്ചേക്കുന്ന 2 എണ്ണമാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. അതായത് ഇങ്ങനെയും അതുപോലെ ഇങ്ങനെയും പോകുന്ന ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ഡയറക്ഷനാണ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണ ഈ ഒരു ഡയറക്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഒരു ഡയറക്ഷൻ മാത്രമേ സാധാരണ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ
ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ആ ട്രാൻസ്വേഴ്സ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലൂടെ ആക്ട് ചെയ്യുന്ന ലോഡിനെയാണ് ട്രാൻസ്വേഴ്സ് ലോഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള ലെങ്ത്തിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ്സ്, അതിൻ്റെ ലെങ്ത് ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ്സിനെയാണ് ട്രാൻസ്വേഴ്സ് ലോഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ ലെങ്ത്തിലൂടെ ആക്ട് ചെയ്യുന്ന, ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നേരെ ആക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ലോഡ്സ്, ഇപ്പം ഞാൻ വരച്ചതുപോലുള്ള ലോഡ്സാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിയത്. ഇതിൻ്റെ നീളം കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ലോഡ്സ്, അത് ആക്സിയൽ ലോഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ആക്സിയൽ ലോഡ്സ് എന്നാണ് അതിനെ വിളിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്വേഴ്സ് ലോഡാണ്. അതായത് ലെങ്ത്തിലൂടെയല്ല, ലെങ്ത്തിൻ്റെ ഡയറക്ഷനിലല്ല ആക്ട് ചെയ്യുന്നത്, ലെങ്ത്തിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ്സാണ്. അതാണ് ട്രാൻസ്വേഴ്സ് ലോഡ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ലോഡ്സ് അല്ലെങ്കിൽ ലെങ്ത്തിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ലോഡ്സ് താങ്ങാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചറൽ എലമെൻസിനെയാണ് നമ്മൾ ബീംസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ബീംസ് എല്ലാം ഹൊറിസോണ്ടൽ ഡയറക്ഷനായിട്ടിരിക്കും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ചരിഞ്ഞിരിക്കുന്ന ബീംസും ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ബീംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സ് താങ്ങി നിർത്താൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എലമെൻസിനെയാണ് നമ്മൾ ബീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്ലാസിക് ബീമാണ്. ഒരു ബീം എന്ന് പറയുമ്പോൾ ഇത് ബീമിനൊരു സപ്പോർട്ടാണ്, എവിടെയെങ്കിലും താങ്ങി ഒരു സപ്പോർട്ടാണല്ലോ. ഇത് താഴെ ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. നേരിട്ട് ഗ്രൗണ്ടിലായിരിക്കില്ല, ചിലപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്തിൽ ടച്ച് ചെയ്തേക്കും, അതിന് ഗ്രൗണ്ടിലേക്ക് പടിപടിയായിട്ട് ഗ്രൗണ്ടിലേക്ക് എത്തും. അവസാനം ഗ്രൗണ്ടിലാണ് എത്തി നിൽക്കുന്നത്, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇത് വേറെ എവിടെയെങ്കിലും ഒരു ബീമിനെ വേറെ എവിടെയെങ്കിലും ഒരു കോളത്തിലായിരിക്കാം സപ്പോർട്ട് ചെയ്യുന്ന, ഒരു കോളമായിരിക്കും ഇവിടെ ഉള്ളത്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതിന് നമ്മളിപ്പോൾ ഒരു സിമ്പിൾ സപ്പോർട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അങ്ങനെ സപ്പോർട്ട് കാണിച്ചത് നമ്മൾ ബീം മാത്രമേ എടുക്കുന്നുള്ളൂ, അതിൻ്റെ കൂടെയുള്ള കോളമോ അങ്ങനെയുള്ള ബിൽഡിങ്ങിൻ്റെ മറ്റ് ഭാഗങ്ങളൊന്നും എടുക്കുന്നില്ല. നമ്മളൊരു ബീമുണ്ട്, അതിനെന്തെങ്കിലും ഒരു സപ്പോർട്ടുണ്ട്, ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ബീം എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിർത്തും, ആ സപ്പോർട്ട്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ സപ്പോർട്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം. അപ്പോൾ ബീമുണ്ട്, ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഭാരമുണ്ടാവും, ഒരു ഭാരം ഇങ്ങനെ കൊടുക്കും. ഭാരം ഒരു വെയിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, എന്തെങ്കിലും ഒരു ഫോഴ്സ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബീമിൻ്റെ സാധാരണ കൺസ്ട്രക്ഷൻ. ബീം ഉണ്ടാവും, അതിന് സപ്പോർട്ട് ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ടിങ് എലമെൻറ്റ്സ് ഉണ്ടാവും, സപ്പോർട്ട്സ് ഉണ്ടാവും. ബീമിൻ്റെ മുകളിൽ ലോഡ് ഉണ്ടാവും. ഈ ലോഡിനെ ബീം വഴി സപ്പോർട്ട്സ് ചെയ്ത് വയ്ക്കുന്നു. ഒരു ലോഡിനെ ബീം ഉപയോഗിച്ച് സപ്പോർട്ട്സുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഒരു ലോഡിനെ ബീം ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ബീമിനെ ഇങ്ങനെ തന്നെ എടുത്ത് വരയ്ക്കാറില്ല. ഇതൊരു 3 ഡയമെൻഷനാണ്, അങ്ങോട്ടും ഒക്കെ ഉണ്ട്, ഇങ്ങനെ പോവാണ്, ഇങ്ങനെ ഈ ഒരു കാണിച്ചിരിക്കുന്നത് പോലെ പോകുന്ന ഒരു കാര്യമാണ് ബീം എന്ന് പറഞ്ഞാൽ. പക്ഷെ ബീം ഒരിക്കലും നമ്മൾ അങ്ങനെ എടുത്ത് വരയ്ക്കാറില്ല. നമ്മൾ ബീം വരയ്ക്കുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഉപയോഗിച്ച് മാത്രമേ വരയ്ക്കാറുള്ളൂ. അതായത് ഈ ബീമിനെ നമ്മൾ ശരിക്കും നമ്മുടെ ഡയഗ്രത്തിൽ കാണിക്കുമ്പോൾ, നമ്മുടെ ശരിക്കുള്ള ഉപയോഗത്തിൽ കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പം മുകളിൽ കാണിച്ച കാര്യം താഴേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കുള്ള റെപ്രസെൻറ്റേഷന് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അതായത് ബീമിന് പകരം ഒരു ലൈനേ വരയ്ക്കുള്ളൂ. ആ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആണ് കാണിക്കുന്നത്. ഈ ഒരു ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് കാണിക്കുന്നത് പോലെ ഒരു ലൈൻ ആണ് നമ്മൾ ബീമായിട്ട് എടുക്കുന്നത്. അത് മതി, നമുക്ക് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അത് മതി. ബീം ഇങ്ങനെ കാണിച്ചാൽ ബീം കാണിക്കുന്നു, അതിൻ്റെ അടിയിൽ സപ്പോർട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ലോഡും ഉണ്ട്. അപ്പോൾ ബീം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ലൈനായിരിക്കും. ശരിക്കുള്ള ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആണ് ഈ ലൈൻ ഉപയോഗിച്ച് നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പം ഏറ്റവും അവസാനം കാണിക്കുന്നത് പോലെ ഇതാണ് ഒരു ബീമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത്. ഒരു ബീമായിട്ട് കാണുന്നത് എല്ലാ ബീമും ഇതുപോലെ തന്നെയല്ല, ഒരു ലൈനാണ് ബീം എന്ന് പറഞ്ഞാൽ. ഒരു ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ ബീം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ് എന്ന് നോക്കാം. ഇതിൽ ഒരു ബീമിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലോഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോഡ് എന്ന വാക്കുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റിൽ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ്. ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ്. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻ്റ് ആവാം, ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ആവാം. അതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ പോയിൻ്റ് ലോഡ്. പോയിൻ്റ് ലോഡ് എന്ന് പറയുമ്പോൾ അതൊരു വെറും ഫോഴ്സാണ്. എ ഫോഴ്സ് ആക്ടിങ് അറ്റ് എനി സെക്ഷൻ ഓൺ ദ ബീം. സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഒരു സെക്ഷൻ, ബീമിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ
ഇതൊരു സെക്ഷനാണ്, ഒരു നമ്മൾ അത് കട്ട് ചെയ്യുന്ന എവിടെയെങ്കിലും വെച്ച് നമ്മൾ ലോഞ്ച് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ഇതിനെ കട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ടെങ്കിൽ അതിനെയാണ് സെക്ഷൻ എന്ന് പറയുന്നത്, സെക്ഷൻ. അപ്പം ഇതിനകത്ത് ഈ ഒരു ബീം എടുത്ത് നോക്കിയാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെക്ഷൻസ് ഉണ്ട്, ഇതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ സെക്ഷൻ കാണാം. അപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് സെക്ഷൻ കൺസിഡർ ചെയ്ത് ലെങ്ത്തിലുടനീളം എവിടെ വേണമെങ്കിലും നമുക്ക് സെക്ഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ എടുത്താൽ ഇപ്പോൾ ഇതിൻ്റെ ലോഡ് ആക്ട് ചെയ്യുന്നത് ഏതാണ്ട് സെൻറ്ററിലായിട്ടുള്ള, ലെങ്ത് ഒന്നും പറഞ്ഞിട്ടില്ല, സെൻറ്ററിലായിട്ടുള്ളൊരു സെക്ഷനിലാണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളെയാണ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു സെക്ഷനാണ്, ഈ കാണിച്ചേക്കുന്ന ഒരു സെക്ഷനാണ്, ഇതൊരു സെക്ഷനാണ്, അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെക്ഷൻസ് ഉണ്ട്. അപ്പം പോയിന്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് അറ്റ് എനി സെക്ഷൻ ഓൺ ദ ബീം. ബീമിലുള്ള ഏതെങ്കിലും സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ്, ഒരു സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. ഇവിടെയും ഏതാണ്ട് ഒരു ബീമിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതിനെ പറയുന്ന പേരാണ് പോയിന്റ് ലോഡ്. ഒരു പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലോഡ് എന്താണ്? ദ ലോഡ് ഓർ ഫോഴ്സ് is distributed uniformly or non-uniformly over a certain length of the beam. അതായത് മുകളിൽ പറഞ്ഞ പോയിന്റ് ലോഡ് ഏതെങ്കിലും ഒരൊറ്റ പോയിന്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ലോഡ് എന്ന് പറയുന്നത് ഒരൊറ്റ പോയിന്റിലല്ല ആക്ട് ചെയ്യുന്നത്, ഒരു ലെങ്ത്തിൽ സ്പ്രെഡായി കിടക്കുകയാണ്, അതിനെയാണ് കണ്ടിന്യൂസ് ലോഡ് എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത്തിലുടനീളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ലോഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ചുകൂടെ അടുത്ത് നോക്കുമ്പം മനസ്സിലാവും. അതിൽ തന്നെ പറഞ്ഞു യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കാം, നോൺ യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. യൂണിഫോം ആയിട്ട് ഒരു ലെങ്ത്തിലുടനീളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ലോഡിനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ UDL എന്ന് നമ്മളെപ്പോഴും വിളിക്കും. UDL നമ്മളിനി ക്ലാസ്സിൽ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ UDL എന്ന് മാത്രമേ ഉള്ളൂ. UDL എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ട് ഒരു ലെങ്ത്തിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ലോഡിനാണ് UDL എന്ന് പറയുന്നത്. UDL എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ലോഡ്. മുമ്പ് പറഞ്ഞ പോലെ അത് ലെങ്ത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കണം, അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ലോഡാണ്. കണ്ടിന്യൂസ് ലോഡ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓവർ എ സർഫസ്. ഒരു സർഫസിൽ അല്ലെങ്കിൽ ഒരു ലെങ്ത്തിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ലോഡിനാണ് UDL എന്ന് പറയുന്നത്. ഒരു ബീമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ, അതായത് ഇപ്പോൾ അത് ന്യൂട്ടൺ അല്ല, മുകളിൽ പറഞ്ഞപ്പോൾ പോയിന്റ് ലോഡ് പറഞ്ഞപ്പോൾ ഒരു ഫോഴ്സായിട്ട് തന്നെയാണ് എടുത്തത്. 5 kN ഫോഴ്സിൻ്റെ യൂണിറ്റ് തന്നെ എടുത്തു. പക്ഷേ ഇപ്പോൾ ഫോഴ്സ് ഒരു ലെങ്ത്തിലുടനീളം സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പെർ മീറ്റർ, kN/m, ഫോഴ്സ് പെർ മീറ്റർ എന്നുള്ള രീതിയിലാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് അല്ലെങ്കിൽ ലോഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ആ kN/m കിടക്കുന്ന ആ വാല്യൂവിനെയാണ് ലോഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയാൽ 3 kN/m എന്ന് പറയുന്ന ലോഡ് 3 മീറ്റർ ലെങ്ത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. 3 മീറ്റർ ലെങ്ത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കണം. അപ്പം 3 kN/m, ഒരു മീറ്ററിൽ 3 kN അതിൻ്റെ വാല്യൂ. അത് എത്ര മീറ്ററിൽ കിടക്കുകയാണ്? 3 മീറ്ററിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണ്? ടോട്ടൽ അതിൻ്റെ ഫോഴ്സ്, അത് കാരണമുണ്ട് ലോഡ് എത്രയാണ്? 3 kN/m, 3 kN/m ഇൻറ്റു 3 മീറ്റർ, 3 kN/m ഇൻറ്റു 3 മീറ്റർ. അത് വരുമ്പോൾ 9 kN എന്ന് വരും. 9 kN എന്ന് വരും. അപ്പം ഇത് കാരണമുള്ള ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 9 kN ആണ്. പക്ഷെ നമ്മൾ 9 kN ഉള്ളതൊന്നും അതൊന്നും നിങ്ങൾ തൽക്കാലത്തേക്ക് കണക്കാക്കണ്ട. നിങ്ങൾ 3 kN/m കിടക്കുന്ന 3 kN/m ഇൻറ്റൻസിറ്റി ഉള്ള ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അത് എത്ര ലെങ്ത്തിലാണ് കിടക്കുന്നത്? 3 മീറ്റർ ലെങ്ത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 3 kN/m ഇൻറ്റു 3 മീറ്റർ, 9 kN ആണ് വരുന്നത്. അപ്പോൾ 9 kN എന്ന് പറയുന്ന ഫോഴ്സിനെ നമ്മൾ 3 മീറ്ററിലേക്കാക്കി സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലോഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 3 kN/m ആണ്. അതുപോലെ അടുത്തൊന്ന് കാണിച്ചാൽ
മറ്റൊരു എക്സാമ്പിൾ, ഇത് ഇങ്ങനെയല്ല റെപ്രസെൻറ്റ്, ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരേണ്ടതാണ്, പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ ഓരോ റാ പോലെ ഇങ്ങനെ വരച്ച് അങ്ങനെ പോവാണ്. കണക്ട് ചെയ്തുള്ള റാ പോലെ, ന പോലെ വരച്ച് മലയാള അക്ഷരം ന പോലെ അങ്ങനെ വരച്ച് പോവാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് വെച്ചാൽ 2 kN/m ആണ് അതിൻ്റെ ലോഡ് ഇൻറ്റൻസിറ്റി. 2 kN/m. അത് എത്ര ലെങ്ത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്? 5 മീറ്റർ ലെങ്ത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പം 2 kN/m ഇൻറ്റൻസിറ്റി ഉള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 5 മീറ്റർ ലെങ്ത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ടോട്ടൽ ലോഡ് എത്ര വരും? അപ്പോൾ ടോട്ടൽ ലോഡ് 2 × 5 10 kN വരും. 10 kN. അപ്പോൾ ഇങ്ങനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കിടക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുമ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, യൂണിഫോംലി വേരിയിങ് ലോഡാണ്. യൂണിഫോമായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു, മാറ്റം യൂണിഫോമാണ്. ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം അല്ല ഇപ്പോൾ. അപ്പോൾ അതിനെ പറയുന്ന പേര് കണ്ടിന്യൂസ് ലോഡ് വിത്ത് യൂണിഫോം വേരിയേഷൻ ഓഫ് ലോഡ് ഓവർ എനി ലെങ്ത്. അപ്പം വേരിയേഷൻ യൂണിഫോമാണ്. വേരിയേഷൻ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്പ് ഇത് ഒരൊറ്റ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നു, ഒരു സൈഡിൽ നിന്നും മറു സൈഡിലേക്ക് ഒരൊറ്റ ലൈനായിട്ട് പോകുന്നു. അതിനെ പറയുന്ന പേരാണ് UVL, അല്ലെങ്കിൽ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയും. യൂണിഫോംലി വേരിയിങ് ലോഡ്. അപ്പോൾ താഴെ കാണിച്ചിരിക്കുന്ന ഈ തരത്തിലാണ് യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞ് വരുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ ഇതിപ്പോൾ ഒരു എൻഡിൽ 0 ആണ്, മറു എൻഡിലെ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി 3 kN/m. ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഒരു സൈഡിലെ ഇൻറ്റൻസിറ്റി 0 ആണ്, അതുകൊണ്ടാണ് അതിനെ ഒരു സൈഡിൽ ഇൻറ്റൻസിറ്റി 0 ആണ്, മറു സൈഡിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഏറ്റവും ഉയർന്ന സൈഡിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി 3 kN/m ആണ്. അപ്പം ഇടത് ഭാഗത്തുനിന്ന് വലത് ഭാഗത്തേക്ക് പോകുമ്പോൾ, ലെഫ്റ്റ് ടു റൈറ്റ് നിങ്ങൾ പോകുമ്പോൾ 0യിൽ നിന്ന് 3യിലേക്ക് യൂണിഫോമായിട്ട് ഉയരുകയാണ്. ലെങ്ത് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂം 0യിൽ നിന്ന് 3യിലേക്ക് ഇങ്ങനെ ഉയരുകയാണ്. അതുകൊണ്ടാണ് യൂണിഫോംലി വേരിയിങ് ലോഡ്, യൂണിഫോമായിട്ട് മാറുകയാണ്. അപ്പം ഒരു ഭാഗത്ത് 0യിൽ നിന്ന് മറുഭാഗത്ത് 3 kN/m പോകുന്ന ഒരു യൂണിഫോംലി വേരിയിങ്. അപ്പം ലെങ്ത് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ആ മാറ്റം യൂണിഫോമായിട്ട് വരികയാണ്. അതാണ് ഒരേ രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരു ലൈൻ. ഇതിനെ നമ്മൾ ട്രയാങ്കിൾ ലോഡെന്നും പറയാറുണ്ട്. കാരണം ഒരു സൈഡിൽ 0 വരുമ്പോൾ മറു സൈഡിൽ ഉയർന്നിരിക്കുമ്പോൾ അത് ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്നതാണ്. ഷേപ്പ് അനുസരിച്ച് ട്രയാങ്കിൾ ലോഡെന്നും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 3 × 3, അതായത് ഇവിടെ 2 × 5, അതായത് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഏരിയ ആണെന്ന് പറയാം. ഇതാണ് ഈ ഒരു ഉയർച്ചയാണ്, ഈ ഒരു ഹൈറ്റാണ് 3യെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഹൈറ്റാണ് 2നെ സൂചിപ്പിക്കേണ്ടിയിരുന്നത്. ലെങ്ത് 5, അപ്പോൾ 5 × 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ആയിട്ട് വരും. ഈ ഒരു ഷേപ്പിൻ്റെ, ഈ ലോഡ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പിൻ്റെ ഏരിയ ആയിട്ട് വരും. അതുപോലെ ഇതിൻ്റെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ആയിട്ട് വരും. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4 × 3/2, ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ 4 × ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 4 × 3 12/2 6 ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ. 6 kN ആയിരിക്കും വരേണ്ടത്. 6 kN ആയിരിക്കും വരേണ്ടത്. 6 kN. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഉള്ള സൈഡിലെ ലോഡ് ഇൻറ്റൻസിറ്റി ഉപയോഗിച്ചാണ് ഒരു ട്രയാങ്കിൾ ലോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മറ്റേ സൈഡ് 0 ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ അടുത്ത ഒരു രീതിയിലുള്ള യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ 2 kN/m, ചെറിയ 2 kN/m, മറു സൈഡിൽ 5 kN/m. അപ്പോൾ ഒരു സൈഡിൽ 0 അല്ല, ഇപ്പോൾ ഒരു സൈഡിൽ ചെറിയൊരു വാല്യൂ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ വലിയൊരു വാല്യൂ 5 ഉണ്ട്. അപ്പം 2ൽ നിന്ന് 5ലേക്ക് യൂണിഫോമായിട്ട് ലെങ്ത് കൂടുന്നതനുസരിച്ച് യൂണിഫോമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോഡിനെ പറയുന്ന പേരാണ് ട്രപ്പീസോയിഡൽ ലോഡ് എന്ന് പറയും. ട്രപ്പീസോയിഡൽ ലോഡ്. അപ്പം ട്രപ്പീസോയിഡൽ ലോഡ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് അതിൻ്റെ ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കാം. അപ്പം ഒരു സൈഡിൽ 5 കൂടിയ വാല്യൂ 5 kN, മറു സൈഡിൽ കുറഞ്ഞ വാല്യൂ 2 kN. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 3 × ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മീൻ എടുക്കണം, 5ൻ്റെയും 2ൻ്റെയും കൂടെ ആവറേജ് എടുക്കണം. അങ്ങനെയാണ്. അപ്പം 3 × ദി ആവറേജ് ഓഫ് 5 and 2, 5ൻ്റെയും 2ൻ്റെയും ആവറേജ് എന്ന് പറയുമ്പോൾ 5 + 2/2 7/2, അതായത് 3.5. 3.5 ആണ് അതിൻ്റെ ആവറേജ്. അതേ ഇൻറ്റു ലെങ്ത് 3.5 × 3 ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. 3.5 × 3 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10.5 kN വരും. 10.5 kN ആണ് ഇതിൻ്റെ ടോട്ടൽ ലോഡ് വരുന്നത്.
അതുപോലെ ഇതേ ഡയറക്ഷൻ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം കൂടിയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് കൂടേണ്ടത് എന്ന് യാതൊരു നിയമമൊന്നുമില്ല. തിരിച്ചുമാകാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കുറയുകയും ചെയ്യും. ഇതുപോലൊരു ഫിഗറും നമുക്ക് വരാം. അപ്പോൾ ഇതാണ് ഒരു യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്കിനി ഫോഴ്സ് അല്ല, ലോഡല്ല, നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ്, ഒരു ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റഡ് ബെൻഡിങ് മൊമെൻറ്റ്. എന്തുകൊണ്ട് അതിനെ ബെൻഡിങ് മൊമെൻ്റ് എന്നൊക്കെ വിളിക്കുന്നു എന്ന് നമുക്ക് പതുക്കെ നോക്കാം. അപ്പം ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ബെൻഡിങ് മൊമെൻറ്റ് ഒരു ഫോഴ്സ് കപ്പിൾ ആക്ടിങ് എനിവെയർ ഓൺ ദ ബീം. ഒരു സാധാരണ ഫോഴ്സ് കപ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് ഫോഴ്സ് കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോഴ്സ് കപ്പിൾ ബീമിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ബെൻഡിങ് മൊമെൻ്റ് എന്ന പേര് നമ്മൾ അതിന് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നേരിട്ട് ഇങ്ങനെ ഒരു ബെൻഡിങ് മൊമെൻ്റ് ഇങ്ങനെ തരും, ഇങ്ങനെ ഒരു ബെൻഡിങ് മൊമെൻ്റ് തരും. 5 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് അതിൻ്റെ വാല്യൂ എന്നുള്ള രീതിയിൽ പറയും. ബെൻഡിങ് മൊമെൻ്റ് എത്തിയപ്പോൾ ഇപ്പോൾ അതിൻ്റെ യൂണിറ്റ് മാറി. ഇത്രയും നേരം നമ്മൾ ടോട്ടൽ ലോഡ് കിലോ ന്യൂട്ടൺ, ഡിസ്ട്രിബ്യൂട്ടർ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും നേരം നോക്കി. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കിലോ ന്യൂട്ടൺ മീറ്ററായി. കാരണം മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററാണ്. നമ്മളിവിടെ കിലോ ന്യൂട്ടൺ മീറ്ററായിട്ട് അത് എടുക്കുന്നു. മറ്റൊരു തരത്തിൽ അതിനെ തന്നാൽ, മറ്റൊരു തരത്തിൽ ക്വസ്റ്റ്യൻസിൽ അതിനെ തരാൻ സാധ്യതയുള്ള, എക്സാമിനൊക്കെ ഇത് പ്രതീക്ഷിക്കണം, ഈ ഒരു രീതിയിൽ തരുമെന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കണം. അതായത് ബീമിൻ്റെ മുകളിലൊരു ഫ്രെയിം അറ്റാച്ച് ചെയ്തു. ബീമിൻ്റെ മുകളിലൊരു ഫ്രെയിം അറ്റാച്ച് ചെയ്തിട്ട് ബീമിൻ്റെ മുകളിൽ മറ്റൊരു സാധനം ഇങ്ങനെ വച്ചു. ആ ഫ്രെയിമിൻ്റെ മുകളിലാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. ഇങ്ങനൊരു കേസ് വന്നു എന്നിരിക്കട്ടെ. ഇങ്ങനൊരു കേസ് വന്നു, ബീമിൻ്റെ മുകളിൽ മറ്റൊരു സാധനം വന്നു, നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത മറ്റൊരു സാധനം വന്നു. എന്താണ് നമ്മൾ അറിയേണ്ടത്? എന്തോ ഒരു വസ്തു, ഒരു കമ്പി വളച്ചവിടെ വെച്ചിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ 2 മീറ്ററാണ് അതിൻ്റെ ലെങ്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. 5 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഇതിൻ്റെ തുമ്പത്ത്, ഇതിൻ്റെ എൻഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീം മാത്രമാണ് നമ്മുടെ അനലൈസിൻ്റെ ഭാഗം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ബീമിനെ കുറിച്ച് മാത്രമാണ്. ഫ്രെയിം നമ്മുടെ ഫ്രെയിമിനെ കുറിച്ച് ചിന്തിക്കേണ്ട വിഷയമേ ഇവിടെ ഉദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫ്രെയിമിനെടുത്ത് ദൂരെ കളയും. പകരം എന്ത് ചെയ്യും, നമുക്ക് ആ ഫ്രെയിമിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് നമുക്ക് ദൂരെ കളയാൻ പറ്റില്ല. ഫോഴ്സ് അവിടെ നിർത്തിയിട്ട് ഫ്രെയിമിനെടുത്ത് ദൂരെ കളയും. ഫ്രെയിമിനെ ദൂരെ കളയുമ്പോൾ ഫോഴ്സ് അവിടെ തന്നെ നിർത്തുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ എക്സാക്റ്റ് ആ പോയിന്റിൽ തന്നെ നിർത്തണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രെയിമിനടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഈ ഫോഴ്സിനെ ഈ ഫ്രെയിം നിന്ന പോയിന്റിലേക്ക്, ഫ്രെയിം ഏത് പോയിന്റിലാണോ ബീമുമായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നത് ആ പോയിന്റിലേക്ക് അതിനെ പറിച്ചു നടും. ആ പോയിന്റിൽ അതിലേക്ക് പറിച്ചു നടും. ഇപ്പോൾ 5 കിലോ ന്യൂട്ടൺ ഇങ്ങോട്ട് മാറും, അതായത് ഇവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഒരു ഫോഴ്സ് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് ചുമ്മാ എടുത്തങ്ങ് മാറ്റാൻ പറ്റില്ല. ഫോഴ്സ് അങ്ങനെ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മാറ്റുമ്പോൾ, ലൈൻ ഓഫ് ആക്ഷനൊക്കെ മുമ്പ് പഠിച്ചാണ്. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ലൈനിനാണ്, ഇതാണ് ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഇപ്പോൾ അത് മാറ്റി നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ഇതാക്കി, ഇങ്ങനെയാണ് ലൈൻ ഓഫ് ആക്ഷൻ പോകുന്നത്. അപ്പോൾ 2 ലൈൻ ഓഫ് ആക്ഷനാണ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിലൂടെ നമ്മൾ വരയ്ക്കുന്ന ലൈനിനാണ് ആ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ആ ഫോഴ്സ് ഏത് ലൈനിലൂടെയാണോ ആക്ട് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പം ആ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ എടുത്ത് മാറ്റി ലൈൻ ഓഫ് ആക്ഷനിലൂടെ വരച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ ഫോഴ്സിനെ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മാറ്റുമ്പോൾ നമ്മൾ ചുമ്മാ എടുത്തങ്ങ് മാറ്റാൻ പറ്റില്ല. ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫോഴ്സ് എടുത്ത് മാറ്റി. 5 കിലോ ന്യൂട്ടൺ ഇപ്പോൾ ഇവിടെ എത്തി, പുതിയ ലൈൻ ഓഫ് ആക്ഷനിലെത്തി, ബീമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ ഒരു മൊമെൻറ്റ് കൂടി അവിടെ കൊടുക്കണം. അതായത് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ആണോ മാറ്റിയത്, ഇപ്പോൾ 2 മീറ്ററാണ് മാറ്റിയത്, 2 മീറ്റർ മാറ്റിയിട്ടാണ് ഫ്രെയിം നിന്ന പോയിന്റിലേക്ക് അതിനെ കൊണ്ടുവന്നത്. 2 മീറ്റർ മാറ്റി, എത്ര ഡിസ്റ്റൻസ് ആണോ മാറ്റിയത് ആ ഡിസ്റ്റൻസ് ഇൻറ്റു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ 2 മീറ്ററാണ് മാറിയത്, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 കിലോ ന്യൂട്ടൺ ആയിരുന്നു. സോ 5 × 2 10 കിലോ ന്യൂട്ടൺ മീറ്ററാണ് വരുന്നത്, 10 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ 5 കിലോ ന്യൂട്ടൺ ഫോഴ്സും കൊടുക്കണം, ഫോഴ്സ് എടുത്ത് മാറ്റി, ഫോഴ്സ് അവിടെ അതുപോലെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് 5 × 2 10 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ഇതും. അതിപ്പം എന്തുകൊണ്ട് ആ ഡയറക്ഷനിൽ വന്നു എന്ന് ചോദിച്ചാൽ, അതായത് 5 കിലോ ന്യൂട്ടൺ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റിന് അബൌട്ടായിട്ട് 5 കിലോ ന്യൂട്ടൺ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങാനാണ് അതിൻ്റെ ടെൻഡൻസി.
അതിൻ്റെ റൊട്ടേഷൻ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ടെൻഡൻസിയാണ്, ഫോഴ്സിൻ്റെ റൊട്ടേഷൻ ടെൻഡൻസിയാണ്. അപ്പം ഈ പോയിന്റിലാണ് നമ്മുടെ ചിന്താ വിഷയം. അപ്പം ആ പോയിന്റിന് അബൌട്ടായിട്ട് ഇങ്ങനെ കറങ്ങാനാണ് ടെൻഡൻസി. അതായത് ഇങ്ങനെ കറങ്ങുക എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് കറങ്ങാനാണ്. അതുകൊണ്ടാണ് ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ആ മൊമെൻ്റ് വരച്ചത്. ഇതാണ്. ഇവിടെയും നമ്മൾ വരച്ചപ്പോൾ ക്ലോക്ക് വൈസ് ആണ് വരച്ചിരിക്കുന്നത്, ഇവിടെയും കാണിച്ചിരിക്കുന്നത് ക്ലോക്ക് വൈസ് ആണ്. ചിലപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും വരാം. അതായത് ബീമിൻ്റെ ഇങ്ങനെ വന്നാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരാം. അതുപോലെ ഫ്രെയിം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ ഫോഴ്സിനെ പറിച്ചിടേണ്ടത്. അപ്പോൾ ഇപ്പോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരും, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് വരയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻ്റ് വരയ്ക്കേണ്ടി വരും, ചിലപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് വരുമ്പോൾ ഫോഴ്സ് ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് ആണ് മാറുന്നത്, എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, ഫോഴ്സിനെ എടുത്ത് മാറ്റുന്നത്, ആ ഡിസ്റ്റൻസ്, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെയും ഒരു ബീമിൽ മൊമെൻറ്റ് കൊടുക്കാം. അപ്പോൾ ഫോഴ്സും മൊമെൻറ്റും ഒരുമിച്ച് ഒരു പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്നതായിട്ട് വരുന്നതാണ് ഇവിടെ. ഇനി നമ്മൾ വിവിധങ്ങളായ സപ്പോർട്ട്സ് എന്തൊക്കെയാണ് ഒരു ബീമിൽ ഉപയോഗിക്കുന്ന വിവിധ സപ്പോർട്ട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഇപ്പം ലോഡുകളെ കുറിച്ച് പറഞ്ഞു, അടുത്ത സപ്പോർട്ട്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് റോളർ സപ്പോർട്ട് അല്ലെങ്കിൽ ഹിഞ്ച് ഓൺ റോളർ സപ്പോർട്ട്. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പിൻ ജോയിൻ്റ് എന്ന് ഉദ്ദേശമുള്ളൂ. പിൻ ജോയിൻ്റ് എന്നാണ് അതിൻ്റെ മീൻ ചെയ്യുന്നത്. പിൻ ജോയിൻ്റ് എന്നാണ് ഹിഞ്ചിന് പറയുന്നത്. പിൻ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പിന്നിൻ്റെ ഒരു കത്രികയുടെ രണ്ട് ലെഗ്സ് ഉണ്ടല്ലോ. കത്രികയുടെ 2 ലെഗ്സ് എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് വെച്ചാൽ അതൊരു പിൻ ജോയിൻ്റ് ഉപയോഗിച്ചാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം കത്രികയുടെ 2 എൻഡ്സ് തമ്മിൽ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്താൽ മനസ്സിലാവും. കത്രികയുടെ 2 എൻഡ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോകാനൊന്നും പറ്റത്തില്ല, പക്ഷെ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഹിഞ്ചിൻ്റെ പ്രത്യേകത. പിൻ ജോയിൻറ്റ് അല്ലെങ്കിൽ ഹിഞ്ച് എന്നതുകൊണ്ട് പ്രത്യേകത അത് തന്നെയാണ്. റൊട്ടേഷൻ പറ്റും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോകാനൊന്നും പറ്റത്തില്ല, റൊട്ടേഷൻ പറ്റും. അതാണ് ഹിഞ്ച് എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹിഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ഒരു സംഭവമാണ്, ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് റോളർ സപ്പോർട്ട് അല്ലെങ്കിൽ ഹിഞ്ച് ഓൺ റോളർ. ഇത് റോളർ സപ്പോർട്ടാണ്. ഇതൊരു റോളർ മാത്രമുള്ളൊരു സപ്പോർട്ട്. ഇത് ബീമാണ്, ബീമിൻ്റെ ഭാഗമാണ് ഇങ്ങോട്ട് പോകുന്നത്. അത് നമ്മൾ ബാക്കി ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഹിഞ്ചുണ്ട്, ഹിഞ്ച് ഓൺ റോളർ. ഹിഞ്ചിൻ്റെ താഴെ റോളർ സപ്പോർട്ടുണ്ട്. അത് ഒരു സർഫസിൽ ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്, ഗ്രൗണ്ടിലാണെന്നിരിക്കട്ടെ, അങ്ങനെ കൊടുത്തിരിക്കുന്നു. അപ്പം ഇത് റോളർ സപ്പോർട്ടും ഇത് ഹിഞ്ച് ഓൺ റോളറും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കാണുക. ഇവിടെയും ബീം ഇങ്ങോട്ട് പോവാണ്, ബീമിൻ്റെ ബാക്കി ഭാഗത്തെക്കുറിച്ച് നമ്മൾ ബോധം, അതുകൊണ്ട് ബീം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു ഞാൻ. ബാക്കി എന്താണെന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് റോളർ, ഇതാണ് ഹിഞ്ച് ഓൺ റോളർ. ഹിഞ്ച് ഓൺ റോളർ തന്നെ ചിലപ്പോൾ ചരിഞ്ഞൊക്കെ വരാം, ചിലപ്പം ചരിഞ്ഞിരിക്കാം. അതായത് ഇവിടെ കാണിച്ചിരുന്ന ഈ ഗ്രൗണ്ട്, ഈ ഒരു പ്രതലം, ഏത് പ്രതലത്തിലാണോ റോളർ ഇരിക്കുന്നത് ആ ഒരു ഇങ്ങനെ മാർക്കിങ് വരണമായിരുന്നു, ഞാനത് വരച്ചില്ല. അങ്ങനെ ചരിഞ്ഞിരിക്കാം ചിലപ്പോൾ. അപ്പം ചരിഞ്ഞ രീതിയിലും ഹിഞ്ച് ഓൺ റോളർ വരാം, റോളറും ചരിഞ്ഞ രീതിയിൽ വരാം. ഓക്കെ, റോളറായാലും ഹിഞ്ച് ഓൺ റോളറായാലും ചരിഞ്ഞ രീതിയിലും അത് വരാം, നേരെ കാണുന്ന പോലല്ലാതെ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇങ്ങനൊരു സപ്പോർട്ട് വന്നാൽ ഒരു ബീമിൻ്റെ ഒരിടത്ത് ഒന്നുകിൽ റോളർ അല്ലെങ്കിൽ ഹിഞ്ച് ഓൺ റോളർ, ഇത് രണ്ടായാലും ഒരുപോലെ തന്നെയാണ് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് പറയുന്നത്. ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ജോയിൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ വി ഷുഡ് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ്. നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ഈ സപ്പോർട്ടിൽ നിന്ന് കൊടുക്കുന്ന റിയാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്താണ് ഈ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ, നമുക്ക് എപ്പോഴും എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണ് റിയാക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്.
നമുക്ക് മൊത്തത്തിൽ രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ് ലോകത്ത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന ഫിസിക്കൽ വേൾഡിലുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആക്റ്റീവ് ഫോഴ്സസും മറ്റൊന്ന് ഈ ആക്റ്റീവ് ഫോഴ്സസ് മൂലമുണ്ടാകുന്ന റിയാക്റ്റീവ് ഫോഴ്സസും. ഒന്ന് ആക്റ്റീവ് ഫോഴ്സസ്, നമ്മുടെ വെയിറ്റ് ഒരു ആക്റ്റീവ് ഫോഴ്സാണ്. അത് ഭൂമി അങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്റ്റീവ് ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ മാസ് കാരണം ഉണ്ടാകുന്ന ഒരു ആക്റ്റീവ് ഫോഴ്സാണ് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു തറയിൽ നിൽക്കുമ്പോൾ ഞാനിവിടെ ഒന്ന് വരച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കഴിഞ്ഞ മെക്കാനിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാനൊന്നുകൂടെ അത് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു മനുഷ്യനിങ്ങനെ നിൽക്കുകയാണെന്നിരിക്കട്ടെ, മനുഷ്യനിങ്ങനെ നിൽക്കുകയാണെന്നിരിക്കട്ടെ. മനുഷ്യൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ഒരു ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഡയറക്ഷനിലേക്ക് ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ തറയിൽ നിൽക്കുമ്പോൾ നമ്മൾ താഴേക്ക് ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നില്ല. കാരണം താഴെ നിന്നൊരു ഫോഴ്സ് തിരിച്ചു ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫോഴ്സിനെ വെയിറ്റിനെ ബാലൻസ് ചെയ്ത്. നമ്മളിപ്പം താഴേക്ക് ആക്സിലറേറ്റ് ചെയ്ത് അങ്ങ് പോകാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ താഴെ നിന്നൊരു റിയാക്റ്റീവ് ഫോഴ്സ് ഇതിനെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. നമ്മളെ മുകളിലേക്ക്, നമ്മുടെ ചെരുപ്പിനടിയിൽ നിന്ന്, നമ്മുടെ ഷൂസിനടിയിൽ നിന്ന് മുകളിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു ഫോഴ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് കാരണം, വെയിറ്റ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഒരു റിയാക്റ്റീവ് ഫോഴ്സാണ്. വെയിറ്റ് തറയിൽ അമരുമ്പോൾ തറയിൽ നിന്ന് തിരിച്ച് അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ റിയാക്റ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് വെയിറ്റിന് ഈക്വലൻ്റ് ആണ്. വെയിറ്റ് എന്ന് പറയുന്ന ഫോഴ്സിന് അതേ മാഗ്നിറ്റ്യൂഡിൽ താഴെ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ വരുന്നതാണ് റിയാക്റ്റീവ് ഫോഴ്സ്. അപ്പം ന്യൂട്ടൺസ് തേർഡ് ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ, എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം താഴേക്കൊരു ആക്റ്റീവ് ഫോഴ്സ് ഉള്ളൂ. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നതിൻ്റെ എന്താണ് ആക്ഷൻ എന്ന് ചോദിച്ചാൽ അത് ആക്റ്റീവ് ഫോഴ്സാണ്. അപ്പം ഒരു ആക്റ്റീവ് ഫോഴ്സ് താഴേക്കുണ്ട്, അതിനൊരു റിയാക്റ്റീവ് ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടാകും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, അപ്പോൾ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിയാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ബീമിൻ്റെ മുകളിൽ നമ്മളൊരു ഭാരം കൊടുക്കുമ്പോൾ അതൊക്കെ ഒരു ആക്റ്റീവ് ഫോഴ്സാണ്. അപ്പോൾ എവിടെയെങ്കിലും ബീം വയ്ക്കണമല്ലോ. അപ്പം ആ ബീം എവിടെയാണോ വയ്ക്കുന്നത് അവിടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു റിയാക്റ്റീവ് ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ ആ റിയാക്റ്റീവ് ഫോഴ്സാണ് ഈ സപ്പോർട്ട്സിൽ കാണുന്നത്. അപ്പം ഇവിടെ ഈ ബീമിൽ എന്തൊക്കെയോ ഭാരങ്ങളുണ്ട്, നമ്മൾ എന്താണെന്ന് നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഈ ബീമിൽ എന്തൊക്കെയോ ഭാരങ്ങളുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലായിട്ട് അല്ലെങ്കിൽ എവിടെയൊക്കെയോ അതിന് സപ്പോർട്ട്സും ഉണ്ട്. അതിലൊരു സപ്പോർട്ട് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പം ഈ സപ്പോർട്ടിന് ഇവിടെയുള്ള ആക്റ്റീവ് ഫോഴ്സസ് കാരണം ഇവിടെ ആക്റ്റീവ് ഫോഴ്സസിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ സപ്പോർട്ടിലൊരു റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ മൊത്തത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. നമ്മുടെ ഈ ഒരു പ്രോളോഗ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോഴ്സിനെ മൊത്തത്തിൽ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണത് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഒരു ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ, ഒരു ഫോഴ്സിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറയുമ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും നമ്മൾ കണ്ടുപിടിക്കണം, അതിൻ്റെ ഡയറക്ഷനും നമ്മൾ കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വി നോ ദ ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ. നമുക്കിവിടെ റിയാക്ഷൻ്റെ ഡയറക്ഷൻ അറിയാം. എന്തായിരിക്കും ഡയറക്ഷൻ? ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ക്യാരിയിങ് ദ റോളേഴ്സ്. അപ്പോൾ ഒരു പ്ലെയിനിലാണ് ഈ റോളർ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്ലെയിനിലാണ് ഇവിടുത്തെ റോളർ ഇരിക്കുന്നത്, ഈ ഒരു പ്ലെയിനിലാണ് ഇവിടുത്തെ റോളർ ഇരിക്കുന്നത്, ഈ ഒരു പ്ലെയിനിലാണ് ഇവിടുത്തെ റോളേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഏത് പ്ലെയിനിലാണോ റോളേഴ്സ് ഇരിക്കുന്നത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം എപ്പോഴും റിയാക്ഷൻ. അതാണ് റോളർ സപ്പോർട്ട് അല്ലെങ്കിൽ ഹിഞ്ച് ഓൺ റോളറിൻ്റെ പ്രത്യേകത. ഏത് പ്ലെയിനിലാണോ നമ്മുടെ റോളർ ഇരിക്കുന്നത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ഈ സപ്പോർട്ട് കൊടുക്കുന്ന റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ അങ്ങനെ ആയിരിക്കണം. അപ്പം ഇവിടെ ഈ പ്ലെയിനിനെ ഇപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലാണ്, പ്ലെയിൻ ഹൊറിസോണ്ടലാണ്. അതുകൊണ്ട് അതിന് ഹൊറിസോണ്ടലിന് പെർപെൻഡിക്കുലറായ വെർട്ടിക്കൽ ഡയറക്ഷനാണ് ഇവിടുത്തെ റിയാക്ഷൻ ഇരിക്കുന്നത്. ഇവിടെയും ഹൊറിസോണ്ടലാണ്, വെർട്ടിക്കൽ ഡയറക്ഷൻ റിയാക്ഷൻ ഇരിക്കുന്നു. ഇവിടെ പക്ഷേ ചരിഞ്ഞിട്ടാണ്
പ്ലെയിൻ ഇരിക്കുന്നത്. റോളർ ഇരിക്കുന്ന പ്ലെയിൻ ചരിഞ്ഞിരിക്കുകയാണ്. ചരിഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോൾ എങ്ങനെ ചരിഞ്ഞിരിക്കുന്നു? ഇവിടെ ഹൊറിസോണ്ടലിന് 30 ഡിഗ്രി ചരിഞ്ഞിരിക്കുകയാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇതാണ്. ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിൽ ചരിഞ്ഞിരിക്കുകയാണത്. ഓക്കെ, ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിൽ ചരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതനുസരിച്ച്, അതായത് നമ്മുടെ റിയാക്ഷൻ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണെന്ന് അറിഞ്ഞു. പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം. അപ്പോൾ ഇത് ഹൊറിസോണ്ടലുമായിട്ട് എത്ര ആംഗിൾ ഉണ്ടാക്കും എന്നൊക്കെ ചോദ്യമൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കേണ്ടി വരും നമ്മുടെ പ്രോളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ഇതങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ലൈൻ അങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ട്രയാങ്കിളായി. ഇതിപ്പോൾ ഒരു ട്രയാങ്കിളായി. ഇത് മൂന്നും എടുത്താൽ ഇതൊരു ട്രയാങ്കിളായി. ട്രയാങ്കിളിൻ്റെ ഇത് 90 ഡിഗ്രിയാണ്. കാരണം നമ്മൾ പെർപെൻഡിക്കുലറായിട്ടാണ് വരച്ചത്. 90 ഡിഗ്രിയാണ്. ഇപ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് 60 ഡിഗ്രിയാണ് വരേണ്ടത്. 60 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് 90 മൈനസ് 30 ആയ 60 ആണ് ഉണ്ടാക്കേണ്ടത്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ആ ഒരു ടെക്നിക്ക് ഓർത്തിരിക്കുക. നമ്മളിത് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മളിനി ഒരുപാട് പ്രോബ്ലമൊക്കെ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പം ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ഈ ട്രയാങ്കിൾ വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് 90 മൈനസ് 30 ആയ 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കണം. ഇവിടെ ഇതിന് പകരം 20 ആയിരുന്നെങ്കിൽ ഇത് ഹൊറിസോണ്ടലുമായിട്ട് 70 ഡിഗ്രി ഉണ്ടാക്കണമായിരുന്നു. ഇത് 10 ആയിരുന്നെങ്കിൽ ഇത് 80 ഡിഗ്രി ഉണ്ടാക്കണമായിരുന്നു. ഇത് ഹൊറിസോണ്ടലുമായിട്ട് 90 ഡിഗ്രി ആയിരുന്നെങ്കിൽ ഇത് 0 ഡിഗ്രി ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ ഈ ഒരു ആംഗിളും കൂടെ കൂട്ടിയാൽ 90 കിട്ടണം. ഇപ്പം ഈ ഒരു ലൈൻ കൂട്ടിയാൽ, ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലുമായിട്ട് 0 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഹൊറിസോണ്ടൽ തന്നെയാണ്. ഹൊറിസോണ്ടലുമായിട്ട് 0 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് ഹൊറിസോണ്ടലുമായിട്ട് എത്ര ഉണ്ടാക്കണം? ഇത് ഹൊറിസോണ്ടലുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കണം. അതാണ് പെർപെൻഡിക്കുലറിൻ്റെ കളി. അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വച്ചേക്കാം. ഇവിടെ നമുക്ക് ഡയറക്ഷൻ ഇങ്ങനെ അറിയാം. അതുകൊണ്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ വി ഹാവ് ടു ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ്. ആ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ വി ഷുഡ് ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ്. അതാണ് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ്. അതാണ് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയും. ആ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഇവിടെ അത് നമുക്ക് ഡയറക്ഷൻ അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയാകും. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അടുത്തതായിട്ട് ഈ പറഞ്ഞ പോലെ ഹിഞ്ച് സപ്പോർട്ട് അല്ലെങ്കിൽ പിൻ ജോയിൻറ്റ് അല്ലെങ്കിൽ ഹിഞ്ച് സപ്പോർട്ട്. അത് ഒന്നുകിൽ ഈ ഒരു ഷേപ്പിൽ കാണും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു ഷേപ്പിൽ കാണും. പക്ഷേ ഇങ്ങനെയും കാണാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ കാണണമെന്ന് നിർബന്ധമല്ല. ഈ ഒരു ഷേപ്പിലും നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇവിടെ റോളറൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ഷേപ്പ്, ഒരു പിൻ ജോയിൻറ്റ്. എന്താണ്? റൊട്ടേഷൻ പോസിബിളാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഈ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പോസിബിൾ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമെന്നല്ല. ഇത് മാത്രമാണെങ്കിൽ, ഒരു പിൻ ജോയിൻറ്റ് മാത്രമാണെങ്കിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ പിൻ ജോയിൻറ്റ് മാത്രം വച്ചിട്ടൊരു ബീം ഒരിക്കലും നമ്മൾ ഉണ്ടാക്കില്ല. എപ്പോഴും പിൻ ജോയിൻറ്റിൻ്റെ കൂടെ മറ്റൊരു സപ്പോർട്ട്, പിൻ സപ്പോർട്ടിൻ്റെ കൂടെ, ഹിഞ്ച് സപ്പോർട്ടിൻ്റെ കൂടെ മറ്റൊരു സപ്പോർട്ട് കൂടെ എന്തായാലും വരും. അതുകൊണ്ട് ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഹിഞ്ച് എന്ന് പറയുന്ന അവിടെ മാത്രമാണെങ്കിൽ, അവിടെ മാത്രം ഒരു റൊട്ടേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു ഭാവനയിൽ നിങ്ങൾ കാണാൻ പറയുകയാണ്, ഒരു ഹിഞ്ച് സപ്പോർട്ട് മാത്രമായിട്ടൊരു ബീം ഉണ്ടെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യും. അതൊരു ബീമായിട്ട് നമുക്ക് കണക്കാൻ പറ്റില്ല. അത് റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ ഒരിക്കലും വരില്ല. ബീമാണെങ്കിൽ ഹിഞ്ച് സപ്പോർട്ട് കൂടാതെ മറ്റ് സപ്പോർട്ടുകളും ഉണ്ടാവും. ഓരോ ബീം എങ്ങനെയാണ്, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോഴേ ഏതൊക്കെ സപ്പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ റോളർ സപ്പോർട്ടും ഒറ്റയ്ക്ക് വരില്ല. അതിൻ്റെ കൂടെ മിക്കവാറും ഹിഞ്ച് സപ്പോർട്ട് കൂടെ, രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്കൊരു ബീം കിട്ടുന്നത്. ഹിഞ്ച് സപ്പോർട്ടും
റോളർ സപ്പോർട്ടും കൂടെ ചേരുമ്പോൾ നമ്മൾ മുകളിലുള്ള എക്സാമ്പിൾ ഫിഗറൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ഞാൻ വരച്ചത് കണ്ടോ, ഒരു ഹിഞ്ച് സപ്പോർട്ടും ഒരു റോളർ സപ്പോർട്ടും കൂടെ ചേർത്താണ് ഹിഞ്ച് ഓൺ റോളർ അല്ലെങ്കിൽ റോളർ. ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി മാറ്റി പറയാം. രണ്ടും ഒരേ സ്വഭാവമുള്ള സപ്പോർട്ട്സാണ് ഹിഞ്ച് ഓൺ റോളറും. ഇവിടെയൊക്കെ ഞാൻ വരച്ചതെന്ന് വെച്ചാൽ ഒരു ഹിഞ്ച് സപ്പോർട്ടും ഒരു ഹിഞ്ച് ഓൺ റോളറും ചേർത്താണ് വരച്ചേക്കുന്നത്. എല്ലായിടത്തും ഞാൻ ഇതിനു മുമ്പ് നോക്കിയാൽ എല്ലാ എക്സാമ്പിളും നിങ്ങൾ നോക്കിയാൽ ഹിഞ്ചും ഹിഞ്ച് ഓൺ റോളറും, ഇവിടെയും ഹിഞ്ചും ഹിഞ്ച് ഓൺ റോളറും. അങ്ങോട്ടും ഇങ്ങോട്ട് മാറി വരാം. ഇവിടെ ഹിഞ്ച് ഓൺ റോളർ വരാം, ഇവിടെ ഹിഞ്ച് വരാം. അതൊന്നും യാതൊരു വിഷയമല്ല, അതൊന്നും പ്രശ്നമില്ല. അപ്പം ഈ ഒരു രീതിയിലാണത് മനസ്സിലാക്കേണ്ടത്. അപ്പം ഹിഞ്ച് സപ്പോർട്ട് ഓർ പിൻ ജോയിൻറ്റ്. അപ്പോൾ ഹിഞ്ച് സപ്പോർട്ട് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഇപ്പം അത് മാത്രം ഒരിക്കലും വരില്ല. അങ്ങനെ വന്നാൽ ബീം അല്ല അത്. അപ്പോൾ അങ്ങനെ ഹിഞ്ച് സപ്പോർട്ടിൻ്റെ പിന്നിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അത് റൊട്ടേഷൻ സമ്മതിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ. അപ്പം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയില്ല, അതുപോലെ തന്നെ ഡയറക്ഷൻ അറിയാം. ഇതിനും റിയാക്ഷൻ ഉണ്ട്. പക്ഷേ ആ റിയാക്ഷൻ ചിലപ്പോൾ ഇങ്ങനെ ആവാം, ചിലപ്പോൾ ഇങ്ങനെ ആവാൻ റിയാക്ഷൻ, ചിലപ്പോൾ ഇങ്ങനെ ആവാൻ റിയാക്ഷൻ, ചിലപ്പോൾ ഇങ്ങനെ ആവാൻ റിയാക്ഷൻ, ചിലപ്പോൾ ഇങ്ങനെ ആവാൻ റിയാക്ഷൻ, ചിലപ്പോൾ ഇങ്ങനെ ആവാൻ റിയാക്ഷൻ. അങ്ങനെ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ഡയറക്ഷനും നമുക്കറിയില്ല, മാഗ്നിറ്റ്യൂഡും നമുക്കറിയില്ല. മാഗ്നിറ്റ്യൂഡും അറിയില്ല, ഡയറക്ഷനും അറിയില്ല. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, റിയാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡും അറിയില്ല, ഡയറക്ഷനും അറിയില്ല. ഇവിടെ നമുക്കത് മനസ്സിലാക്കാൻ യാതൊരു വഴിയുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ റിയാക്ഷൻ്റെ വൈ കമ്പോണൻറ്റും എക്സ് കമ്പോണൻറ്റും, അതായത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും. ഇത് വെർട്ടിക്കൽ കമ്പോണൻ്റാണ്, ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ്. അപ്പം വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും നമ്മൾ കണ്ടുപിടിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വൈ കമ്പോണൻറ്റും എക്സ് കമ്പോണൻറ്റും. ഇത് വൈ കമ്പോണൻറ്റ്, ഇത് എക്സ് കമ്പോണൻറ്റ്. അപ്പോൾ റിയാക്ഷൻ്റെ വൈ കമ്പോണൻറ്റും എക്സ് കമ്പോണൻറ്റും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിനെ ആർ വൈ എന്നും ഇതിനെ ആർ എക്സ് എന്നും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ആർ വൈ എന്നും ആർ എക്സ് എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സ് കമ്പോണൻ്റ് ആർ എക്സും വൈ കമ്പോണൻ്റ് ആർ വൈയും ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ എക്സ് സ്ക്വയർ പ്ലസ് ആർ വൈ സ്ക്വയർ ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ എക്സ് സ്ക്വയർ പ്ലസ് ആർ വൈ സ്ക്വയർ ആണ്. അതുപോലെ ഡയറക്ഷൻ ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ആർ വൈ ബൈ ആർ എക്സ്, ആണ് മാഗ്നിറ്റ്യൂഡ്. അപ്പം രണ്ട് കമ്പോണൻസ് ആർ വൈയും ആർ എക്സും അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സുഖമായിട്ട് കണ്ടുപിടിക്കാം. ടാൻ ഇൻവേഴ്സ് ആർ വൈ ബൈ ആർ എക്സ്, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ടാൻ ഇൻവേഴ്സ് അതിൻ്റെ പോസിറ്റീവ് ഇതാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ആംഗിൾ കിട്ടും. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലുമായിട്ട് അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം റിയാക്ഷൻ ആർ ഈക്വൾ ടു റൂട്ട് ഓഫ് ആർ എക്സ് സ്ക്വയർ പ്ലസ് ആർ വൈ സ്ക്വയർ തീറ്റ എക്സ്, അതായത് ഇതിൻ്റെ ആക്ച്വൽ തീറ്റ, ഇതിൻ്റെ ആക്ച്വൽ റിയാക്ഷൻ എക്സ് ഡയറക്ഷനുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിനെയാണ് തീറ്റ എക്സ് എന്ന് പറയുന്നത്. ഈ തീറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അത് ടാൻ ഇൻവേഴ്സ് മോഡ് ഓഫ്, അത് പോസിറ്റീവ് വാല്യൂസ് മാത്രം എടുത്താൽ ആർ വൈയും ആർ എക്സും ഏതെങ്കിലും ഒന്നൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ അതൊന്നും എടുക്കണ്ട, ആർ വൈ ബൈ ആർ എക്സ് എന്നുള്ള രീതിയിൽ മാത്രം എടുത്താൽ മതി. അതാണ് തീറ്റ എക്സ്. ഓക്കെ. ഇനി ഏറ്റവും അവസാനമായിട്ട് വരുന്നത് ഫിക്സ്ഡ് സപ്പോർട്ടാണ്. ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹിഞ്ച് സപ്പോർട്ടും റോളർ സപ്പോർട്ടും ആണെങ്കിൽ ഒറ്റയ്ക്ക് വരത്തില്ല, അത് എപ്പോഴും രണ്ടും കൂടെ ചേർന്നേ വരത്തുള്ളൂ. പക്ഷേ ഫിക്സ്ഡ് സപ്പോർട്ടാണ് ഒരു ബീമിലുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് വരാം, എന്നാലും അത് ബീം തന്നെ. ഒരു ഫിക്സ്ഡ് സപ്പോർട്ട് മാത്രം മതി, ഇവിടെ വേറൊരു സപ്പോർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഫിക്സ്ഡ് സപ്പോർട്ടാണെങ്കിൽ ഇവിടെ മറ്റൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല, ഒരു ഫിക്സ്ഡ് സപ്പോർട്ട് മാത്രം കൊണ്ട് നമുക്കൊരു ബീം ഉണ്ടാക്കാം. അപ്പം ബാക്കി രണ്ട് സപ്പോർട്ടും റൊട്ടേഷൻ അനുവദിക്കും. അത് നമ്മളൊരു കത്രികയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ അനുവദിക്കും. പിൻ ജോയിൻറ്റും അല്ലെങ്കിൽ റോളർ സപ്പോർട്ടും റൊട്ടേഷൻ അനുവദിക്കും. പക്ഷേ ഫിക്സ്ഡ്
ഫിക്സ്ഡ് സപ്പോർട്ട് മാത്രം. ഇറ്റ് ഈസ് ദ ഓൺലി സപ്പോർട്ട് വിച്ച് റെസ്ട്രിക്ട്സ് റൊട്ടേഷൻ സമ്മതിക്കാത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതായത് റൊട്ടേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു മൊമെൻറ്റ്, റൊട്ടേഷൻ എപ്പോഴും ഉണ്ടാകുന്നത് മൊമെൻ്റാണ് റൊട്ടേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു മൊമെൻ്റ് ഇവിടെ ആക്ട് ചെയ്ത് ഒരു റൊട്ടേഷൻ ഉണ്ടാവാനൊരു സാധ്യത ഉണ്ടെങ്കിൽ ഫിക്സ്ഡ് സപ്പോർട്ടിന് മാത്രമാണ് ഒരു മൊമെൻ്റ് റിയാക്ഷൻ കൊടുക്കുമ്പോൾ മൊമെൻ്റായിട്ടും ആ റിയാക്ഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു സപ്പോർട്ട് ഫിക്സ്ഡ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടെണ്ണം ഫോഴ്സ് മാത്രമേ കൊടുക്കുള്ളായിരുന്നു റിയാക്ഷനായിട്ട്. പക്ഷേ ഇവിടെ റൊട്ടേഷനും റെസിസ്റ്റ് ചെയ്യും. അതായത് റൊട്ടേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന മൊമെൻറ്റിനും റിയാക്ഷൻ കൊടുക്കാൻ ഫിക്സ്ഡ് സപ്പോർട്ടിന് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയില്ല, ഡയറക്ഷൻ അറിയില്ല, അതുപോലെ തന്നെ മൊമെൻ്റ് റിയാക്ഷൻ്റെ വാല്യൂവും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നേരത്തെ പറഞ്ഞ പോലെ RX കണ്ടുപിടിക്കേണ്ടി വരും, RY കണ്ടുപിടിക്കേണ്ടി വരും, അതുപോലെ തന്നെ മൊമെൻ്റ് റിയാക്ഷൻ എത്രയാണോ അതും കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ 3 കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തേതിൽ ഹിഞ്ച് ഓൺ റോളർ ആയിരുന്നെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഹിഞ്ച് സപ്പോർട്ട് വന്നപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കണം. ഇവിടെ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അതുകൂടാതെ മൊമെൻ്റ് റിയാക്ഷനും കൂടി കണ്ടുപിടിക്കേണ്ടി വരുന്നു. അടുത്ത ബീംസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ബീംസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്നൊരു ക്ലാസിഫിക്കേഷനുണ്ട്, സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്നൊരു ക്ലാസിഫിക്കേഷനുണ്ട്. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റും സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റും. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീംസും എന്താണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ സപ്പോർട്ട് റിയാക്ഷൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. സപ്പോർട്ട് റിയാക്ഷൻസ് എല്ലാം ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണോ RX, RY, MR ഒക്കെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ RX, RY കണ്ടുപിടിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെയാണ് സപ്പോർട്ട് റിയാക്ഷൻസ്. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസിൽ നമുക്ക് അറിയാത്തതെല്ലാം നമുക്ക് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് മെക്കാനിക്സിൽ പഠിച്ചതാണ്. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിച്ച് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസ് എന്ന് പറയുന്നത്. എന്താണ് ഈ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം കോപ്ലാനാർ ഫോഴ്സസ് ആണ്, നോൺ കൺകറൻ്റ് ആണ്. നോൺ കൺകറൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യാത്ത ഫോഴ്സസിനെയാണ് നോൺ കൺകറൻ്റ് പറയുന്നത്. അപ്പം കോപ്ലാനാർ നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫോഴ്സ് സിസ്റ്റം നമ്മൾ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന സിസ്റ്റംസ് അതാണ്. കോപ്ലാനാർ ഒരു പ്ലെയിനിലാണ്, പക്ഷേ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ല, അപ്പം നോൺ കൺകറൻ്റ് ആണ്. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ അത് കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം ആവുമായിരുന്നു. അതുപോലെ ഒരേ ലൈൻ ഓഫ് ആക്ഷനുള്ള ഫോഴ്സസിനെ കൊളീനിയർ ഫോഴ്സസ് എന്നൊക്കെ പറയുമായിരുന്നു. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ നോക്കിയതെല്ലാം കൊളീനിയർ ഫോഴ്സസ് ആയിരുന്നു. അപ്പം അവിടെയും നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അവിടെ അപ്പോൾ ഒരൊറ്റ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. കൊളീനിയർ ഫോഴ്സസ് ആയതുകൊണ്ട് സിഗ്മ FX = 0 എന്നുള്ള ഒറ്റ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് നോൺ കൺകറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിഗ്മ FX = 0, അതായത് എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എല്ലാം കൂടെ എടുക്കുമ്പോൾ അതിൻ്റെ സമ്മേഷൻ, ആൾജിബ്രൈക് സമ്മേഷൻ +2 ഉണ്ടാവും, -2 ഉണ്ടാവും, അല്ലെങ്കിൽ +3, -2, -1 അങ്ങനെയൊക്കെ വരാം. അപ്പോൾ എല്ലാ ഫോഴ്സിൻ്റെയും കൂടെ ആൾജിബ്രൈക് സം എടുക്കുമ്പോൾ അത് 0 ആയിരിക്കും കിട്ടേണ്ടിയിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ഫോഴ്സ് +5 ആയിരിക്കും, ഒരു ഫോഴ്സ് -3 ആയിരിക്കാം. മൈനസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുമ്പോഴാണ് മൈനസ് എന്ന് പറയുന്നത്. അപ്പം +5 -3. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് വരുന്ന ഫോഴ്സ് എന്തായാലും -2 ആയേ പറ്റുള്ളൂ, കാരണം എന്നാലേ 0 ആവുള്ളൂ. 5 -3 -2, അപ്പം -2 ആയിരിക്കണം മൂന്നാമത്തെ ഫോഴ്സ്. അപ്പോൾ അങ്ങനെ സിഗ്മ FX 0 ആയിരിക്കണം. അതുപോലെ സിഗ്മ FY ഡയറക്ഷനുള്ള ഫോഴ്സിൻ്റെ എല്ലാം കൂടി ആൾജിബ്രൈക് സം എടുക്കുമ്പോൾ അത് 0 ആയിരിക്കണം. മൊമെൻസിൻ്റെ എല്ലാം കൂടി ആൾജിബ്രൈക് സം എടുക്കുമ്പോൾ അതും 0 ആയിരിക്കണം. അപ്പോൾ 3 ഇക്വേഷനാണുള്ളത്. അപ്പോൾ അതായത്
നമുക്ക് 3 അൺനോൺ സപ്പോർട്ട് മാത്രമേ സപ്പോർട്ട് റിയാക്ഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 3 സപ്പോർട്ട് റിയാക്ഷൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 3-ൽ കൂടുതലായാൽ അത് നമുക്ക് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്, കാരണം 3 ഇക്വേഷൻസേ നമുക്കുള്ളൂ. 3 ഇക്വേഷൻസ് ഉപയോഗിച്ച് 3 അൺനോൺസ് നമുക്ക് കണ്ടുപിടിക്കാം. 3-ൽ കൂടുതൽ അൺനോൺസ് ആയാൽ നമുക്ക് 3 ഇക്വേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻഡിറ്റർമിനേറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ മോർ ദാൻ 3 അൺനോൺ സപ്പോർട്ട് റിയാക്ഷൻസ്, 3 ഇക്വേഷനേ ഉള്ളൂ. പക്ഷേ 3-ൽ കൂടുതൽ സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് പറയുന്നത്. 3 സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആർ നോട്ട് ഇനഫ്. അങ്ങനെ അത്രയും മാത്രം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് കണ്ടുപിടിക്കാൻ മറ്റ് മാർഗ്ഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് പറഞ്ഞാൽ അത് 3 തരത്തിലാണുള്ളത്. ഒന്ന് ക്യാൻഡിലിവർ ബീംസ്. ക്യാൻഡിലിവർ ബീംസ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് സപ്പോർട്ട് മാത്രമുണ്ട്, പിന്നെ ഒരു ബീമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ലോഡുണ്ട്. പോയിന്റ് ലോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പോയിന്റ് ലോഡ് തന്നെ അവിടെ നിർബന്ധമില്ല. ചിലപ്പം UDL ആവാം, UVL ആവാം, അല്ലെങ്കിൽ മൊമെൻ്റ് ആവാം, അങ്ങനെ എന്ത് വേണോ ആവാം. അപ്പം ഇവിടെ നമുക്കുള്ളത് ഒരു ഫിക്സ്ഡ് സപ്പോർട്ടാണ്. ഫിക്സ്ഡ് സപ്പോർട്ടിൽ ഞാൻ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഫിക്സ്ഡ് സപ്പോർട്ടിൽ RX അൺനോൺ ആണ്, RY അൺനോൺ ആണ്, അതുപോലെ മൊമെന്റ് റിയാക്ഷൻ അൺനോൺ ആണ്. 3 അൺനോൺ. അങ്ങനെ അതൊരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീം ആവുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ ആദ്യം മുതലേ എക്സാമ്പിളൊക്കെ വരച്ച് കാണിച്ചത് ഒരു ഹിഞ്ച് സപ്പോർട്ടും ഒരു റോളർ സപ്പോർട്ടും കൂടെ ചേരുമ്പോൾ ഇവിടെ ഹിഞ്ചിന് RXഉം RYയും അൺനോൺ ആണ്. ഇവിടെ ഇതിൻ്റെ ഡയറക്ഷൻ മാത്രം, അതിവിടെ RY ആയിട്ട് തൽക്കാലത്തേക്ക് എടുക്കാം. ഇവിടുത്തെ RYയും. അപ്പോൾ ഇവിടെ RYയും RXഉം അൺനോൺ ആണ്, ഇവിടെ RY മാത്രം അൺനോൺ ആണ്. മുകളിലോട്ടുള്ള ഇവിടെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ റിയാക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ RY എന്ന് എടുത്തത്. ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ വരുന്നത്. അതുകൊണ്ട് RY എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു അൺനോൺ, ഇവിടെ 2 അൺനോൺ, അങ്ങനെയാണ് മൊത്തം 3 അൺനോൺ വരുന്നത്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് അതാണ്. ഇനി മറ്റൊരു തരത്തിലുള്ളതെന്ന് വെച്ചാൽ ഓവർ ഹാങ്ങിങ് ബീംസ്. അതായത് സപ്പോർട്ടും കടന്ന് പോകുന്നു എന്നേ ഉള്ളൂ. ബീമിൻ്റെ ലെങ്ത്ത് സപ്പോർട്ടും കടന്ന് പുറത്തേക്കൊന്ന് ഓവർ ഹാങ്ങിങ് ചെയ്ത് നിൽക്കും. പക്ഷേ സപ്പോർട്ടിൻ്റെ ഇത് സിംപ്ലി സപ്പോർട്ട് ബീമിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ 2 അൺനോൺസ്, ഒരു ഹിഞ്ച് സപ്പോർട്ടും ഒരു റോളർ സപ്പോർട്ടും. അപ്പോൾ 2ഉം 1ഉം 3. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച 3 എണ്ണത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന അതാണ് ഈ 3 എണ്ണം. അതായത് ഒരു ക്യാൻഡിലിവർ ബീം വല്ലാതെ അങ്ങ് താഴ്ന്നു പോകുന്നു. അതായത് ഇങ്ങനെ വന്ന് ഒരുപാട് അങ്ങ് താഴേക്ക് വളഞ്ഞു പോകുന്നു എന്ന് തോന്നിയാൽ നമ്മളിവിടെ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ ഒന്ന് കുത്തിവെക്കും. ഒരു കമ്പോ എന്തെങ്കിലും ഒരു കമ്പിയോ എടുത്ത് ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കിട്ടുമ്പോഴാണ് ഒരു സിമ്പിൾ സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ സപ്പോർട്ട് കിട്ടുന്നത്, അതായത് ക്യാൻഡിലിവർ ബീം കൂടാതെ ക്യാൻഡിലിവർ ബീമിൻ്റെ ഫ്രീ എൻഡിൽ ഒരു സപ്പോർട്ട് കൂടെ ആയിട്ട് കിട്ടുന്നത്, ഒരു സപ്പോർട്ട് എടുത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു ബീമാണ് പ്രോബ്ഡ് ക്യാൻഡിലിവർ ബീം. അത് ഫിക്സ്ഡ് സപ്പോർട്ട് കൂടാതെ ഒരു റോളർ സപ്പോർട്ടും കൂടെ ഉണ്ട്. അപ്പം ഫിക്സ്ഡ് സപ്പോർട്ടിലെ 3ഉം ഇവിടുത്തെ 1ഉം കൂടെ ആകുമ്പോൾ 4 അൺനോൺസ് ഉണ്ട്, 4 സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് പ്രോബ്ഡ് ക്യാൻഡിലിവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഒരുപാടങ്ങ് ബെൻഡ് ചെയ്യുന്നു. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഒരുപാട് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബെൻഡ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ 2 സൈഡും ഫിക്സ്ഡ് സപ്പോർട്ടാക്കി വയ്ക്കും. ഫിക്സ്ഡ് സപ്പോർട്ടിൽ റൊട്ടേഷൻ പറ്റില്ല. അതായത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നതിന് പകരം ഫിക്സ്ഡ് സപ്പോർട്ട് വെച്ചാൽ ഇവിടെ റൊട്ടേഷൻ പറ്റില്ല, ഇങ്ങനെ പറ്റുള്ളൂ. കാരണം ഇവിടെ ആ ഒരു റൊട്ടേഷൻ പറ്റില്ല. ഫിക്സ്ഡ് സപ്പോർട്ടിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് വളയാൻ പറ്റില്ല, അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നേ പറ്റുള്ളൂ. റൊട്ടേഷൻ അവിടെ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നേ പറ്റും. അപ്പം ആ ബെൻഡിങ്, ആ താഴ്ച അങ്ങ് കുറയും. ബീം അങ്ങ് ഒരുപാട് താഴ്ന്നു പോകില്ല, കുറച്ചേ താഴുള്ളൂ. അപ്പം അതാണ് ഫിക്സ്ഡ് ബീം എന്ന് പറയുന്നത്. 2 എൻഡും ഫിക്സ്ഡ് സപ്പോർട്ട് കൊടുക്കും. 2 എൻഡും ഫിക്സ്ഡ് സപ്പോർട്ട് കൊടുത്താൽ ഒരു എൻഡിൽ 3, മറ്റേ എൻഡിൽ 3, അങ്ങനെ മൊത്തം 6 അൺനോൺസ് ഉണ്ടാകും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ബീം. അത് ഓവർ ഹാങ്ങിങ് ബീമിൻ്റെ അവസാനം ഒരുപാട് ബെൻഡിങ്, ഒരുപാട് ഇങ്ങനെ അങ്ങ് താഴ്ന്നു കിടക്കുന്നു എന്ന് തോന്നിയാൽ നമ്മൾ അവിടെ ഒരു കമ്പെടുത്ത് വയ്ക്കും. അങ്ങനെ കിട്ടുന്നതാണ് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടും, ഒരു സപ്പോർട്ട് കൂടെ കിട്ടും. അപ്പോൾ 2 + 1 + 1
4 സപ്പോർട്ട് ഇവിടെയുമായി. ഓവർ ഹാങ്ങിങ് ബീം എത്ര വേണോ നീണ്ട് ഇപ്പോൾ ഓരോ സപ്പോർട്ട് എടുത്ത് കുത്തി വെച്ച് അങ്ങ് പോയാൽ മതി. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് ബീം, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടേ ഇരിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് ബീം. ഇതെല്ലാം ഈ 3 കാര്യങ്ങളും സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ആണ്. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ആണ്. നമുക്കിതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പഠിക്കേണ്ടി വരും. നമ്മൾ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ആവശ്യം വരുന്നത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീംസ് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. എന്നാലും അപൂർവമായിട്ട് നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റും കൂടെ നോക്കും ചില കാര്യങ്ങൾ വരുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ പഠിക്കാനുള്ളത് ഈ 3 മാത്രമേ ഉള്ളൂ. ഈ 3 ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും നമ്മുടെ എക്സാമിന് പ്രോബ്ലം ചോദിക്കാൻ വരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണുന്നതാണ്. സോ താങ്ക് യു.